ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലുള്ളത് FT003 എന്ന് പറയുന്ന മിനി ഡീകോഡർ വെർഷൻ 2. അപ്പോൾ ഈ വെർഷൻ 2വിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ വെർഷൻ 1 നിന്നും ഇതിന് എന്തൊക്കെ പ്രത്യേകതകളുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക. ലെറ്റ്സ് സ്റ്റാർട്ട് ദി വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം, FT003 മിനി ഡീകോഡർ വെർഷൻ 2. വെർഷൻ 2 ഇപ്പോൾ അവർ റീസെൻ്റ്ലി ഇറക്കിയ പുതിയ മോഡലാണ്. നേരത്തെ അവരുടെ വെർഷൻ 1 ഉണ്ടായിരുന്നു. വളരെ നല്ലതായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ബോർഡായിരുന്നു അത്. കാരണം നമുക്കറിയാം ഡീകോഡർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഇതിൻ്റെ ഇൻപുട്സ് നോക്കിയാൽ കാണാം, ഒപ്റ്റിക്കൽ, കോയാക്സിയൽ, TVA, RC, ഓക്സ്. അപ്പോൾ ഇതുപോലുള്ള ഒപ്റ്റിക്കൽ, കോയാക്സിയൽ, ARC, അതായത് HDMI എന്നീ പറയുന്ന എല്ലാം ഡിജിറ്റൽ ഇൻപുട്ടുകളാണ്. ആ ഡിജിറ്റൽ ഇൻപുട്ടുകളെ നമുക്ക് അനലോഗായിട്ട്, ഇതിൻ്റെ കേസ് പറയുവാണെങ്കിൽ 5.1 ചാനലാണ്, എന്ന് വെച്ചാൽ 6 ചാനൽ 5.1 അനലോഗ് ഔട്ട്പുട്ടായിട്ട് തരുന്ന ഒരു ഡീകോഡർ ബോർഡാണിത്, മിനി ഡീകോഡർ ബോർഡ്. അപ്പോൾ ഇതിൻ്റെ വെർഷൻ 1ഉം വെർഷൻ 2ഉം തമ്മിലുള്ള ചില വ്യത്യാസങ്ങൾ, ഇതിൻ്റെ ചിപ്പ് സെറ്റുകൾ ഏതൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ബോക്സ് തന്നെ നോക്കുമ്പോൾ ഈ ബോക്സ് കളയരുത്, മേടിച്ച ഉടനെ തന്നെ ഈ ബോക്സ് കളയരുത്. കാരണം ഈ ബോക്സിനകത്ത് തന്നെ എല്ലാം ഉണ്ട്. ഇതിനകത്തൊരു QR കോഡ് വരുന്നുണ്ട്. ഈ QR കോഡ് നമുക്ക് സ്കാൻ ചെയ്താൽ ഇതിൻ്റെ അവരുടെ ഒരു കാറ്റലോഗ് എന്ന് പറയുമ്പോൾ എല്ലാം ഒരു പേജ്, ഒരു PDF കിട്ടും. അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. നമുക്കറിയേണ്ട എല്ലാ ഡീറ്റെയിൽസും ആ ഒരു പേജിലുണ്ട്. ആ സെയിം കാര്യം തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വളരെ നല്ല കാര്യമാണത്. നമ്മൾ ബോക്സ് സൂക്ഷിച്ച് വെക്കണമെന്ന് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. സാധാരണ നമ്മൾ ഓരോന്നൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു പേപ്പർ കിട്ടും, കാറ്റലോഗ് അല്ലെങ്കിൽ യൂസർ മാനുവൽ എന്നൊക്കെ പറയും. ഇതിനകത്ത് അങ്ങനെയില്ല, ഇതിനകത്തെല്ലാം ഇതിൻ്റെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഇതിൻ്റെ സൈഡിൽ വേറെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്താണെന്ന് നോക്കാം. ഡീറ്റെയിൽസ് ഡോൾബി ആൻഡ് സ്റ്റീരിയോ, PCM to ഡോൾബി, പ്രോലോജിക് 2 സപ്പോർട്ട്. അപ്പോൾ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ തിയേറ്റർ സൗണ്ട്, പിന്നെ ഡോൾബി അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന പോലെ ഡോൾബി, ആൻഡ് സ്റ്റീരിയോ PCM എന്ന് പറഞ്ഞാൽ പൾസ് കോഡ് മോഡുലേഷൻ. അത് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റീരിയോ ഔട്ട്പുട്ട്, ഇപ്പോൾ പണ്ടത്തെ ഇതൊക്കെ പറയുകയാണെങ്കിൽ DVD, CD അതിൻ്റെയൊക്കെ സ്റ്റീരിയോ ഔട്ട്പുട്ട് നമുക്കൊരു ഡിജിറ്റൽ ഇതായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് PCM. ആ ഡിജിറ്റൽ ഇൻപുട്ടും ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഡോൾബി പ്രോലോജിക് 2 സപ്പോർട്ട്. ഡോൾബിയുടെ തന്നെ പ്രോലോജിക് 2, ഡോൾബിയുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോലോജിക് വെർഷനും ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ നമുക്ക് എല്ലാ ഇതും നമ്മുടെ സ്മാർട്ട് TV ആണെങ്കിലും അല്ലെങ്കിൽ പഴയ ടൈപ്പ് TV ആണെങ്കിലും അത് സ്മാർട്ടല്ല എന്നാൽ HDMI ഔട്ടൊക്കെ ഉള്ള TVകളാണെങ്കിലും നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. പിന്നെ 32 ബിറ്റ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് DSP4 ഓഡിയോ പ്രോസസ്സിംഗ്, 32 ബിറ്റ് വരെ നമുക്ക് സപ്പോർട്ട് ചെയ്യും. നമുക്കറിയാം ഓരോ ബിറ്റ് റേറ്റ് ഉണ്ട്, ഓരോ ഓഡിയോ ഫോർമാറ്റിന് ഓരോ ബിറ്റ് റേറ്റ് ഉണ്ട്. 32 ബിറ്റ് വരെ നമുക്ക് സപ്പോർട്ട് ചെയ്യും. പിന്നെ DSP എല്ലാം ഇതിനകത്ത് ഉണ്ട്. ഓഡിയോ പ്രോസസ്സിങ്ങിന് വേണ്ടിയുള്ള DSP തന്നെ ഉണ്ട്, ഡിജിറ്റൽ സൗണ്ട് പ്രോസസ്സിങ്. 80 ഹെഡ്സ് ഫിക്സഡ് എക്സ് ഓവർ വിത്ത് ബാസ് മാനേജ്മെൻറ്റ്. 80 ഹെഡ്സ് ഇതിനകത്ത് തന്നെ ഒരു ഫിൽറ്റർ റേഷ്യോ ഉണ്ട്, അതിൻ്റെയാണ് 80 ഹെഡ്സ് എന്ന് പറയുന്നത്. അത് ബാസ് മാനേജ്മെൻറ്റിന് വേണ്ടി മാത്രം 80 ഹെഡ്സിൻ്റെ ഒരു ഫിൽറ്റർ റേറ്റ് ഉണ്ട്. പിന്നെ 5.1 ചാനൽ 24 ബിറ്റ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. 5.1 ചാനലാണ്, അത് 24 ബിറ്റിൽ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ട് ചെയ്ത് തരും. നമ്മൾ നേരത്തെ ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട്, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇതിനകത്ത് ഏതൊക്കെ DTS ഡിജിറ്റൽ സറൗണ്ട് കിട്ടും, ഡോൾബി ഡിജിറ്റൽ, ഡോൾബി പ്രോലോജിക് 2 സപ്പോർട്ടാണ്. പിന്നെ ഇതിൻ്റെ വേറെ സൈഡിലൊക്കെ നോക്കുമ്പോൾ സെയിം കാര്യങ്ങൾ തന്നെ, 5.1 DTS ഡോൾബി ഡീകോഡർ, പിന്നെ ഒപ്റ്റിക്കൽ, കോയാക്സിൽ, ARC, ഓക്സ്. അതായത് പഴയ വെർഷനിൽ ഇല്ലാത്തൊരു ഫീച്ചറായിരുന്നു ഓക്സ് ഇതിനകത്ത് സപ്പോർട്ടാകും. എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഈ വെർഷനിൽ ഒരു ഓക്സ് വെച്ചതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് മാത്രം വെച്ച് തന്നെ ഒരു ആംപ്ലിഫയർ ബിൽഡ് ചെയ്യാം.
വേറെ റിമോട്ട് കിറ്റോ ഒന്നും ഇല്ലാതെ ഇതിൻ്റെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്യൂടെക്കിൻ്റെ തന്നെ റിമോട്ട് കിറ്റുകൾ അവൈലബിൾ ആണ്. ആ റിമോട്ട് കിറ്റുകളൊന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്കിത് മാത്രം വെച്ച് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ള ഒരു ഇതിനു വേണ്ടിയാണ് അത് ഓക്സും കൂടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓക്സ് ഇൻപുട്ടും കൊടുത്ത് നമുക്ക് വർക്ക് ചെയ്യാമെന്നുള്ള രീതിയിൽ അതിപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്കിനി കൂടുതൽ പറയാനുള്ള അൺബോക്സ് ചെയ്യാം. അപ്പോൾ ബോക്സിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഡീകോഡർ. ഞാൻ ഓൾറെഡി പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ വയറുകളെല്ലാം ഇതെനിക്ക് തോന്നുന്നു ഇതിൻ്റെ റിമോട്ട് കിറ്റിലേക്ക് വേണ്ടി കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള വയറാണിത്. പിന്നെ ഇത് 1 2 3 4 5 6 ഓക്കെ 5.1 ഔട്ട് കിട്ടുന്ന വയർ. പിന്നെ പവർ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി 2 വയർ അതവിടെ ഇരിക്കണം. വയർ നോക്കാൻ പറ്റിയൊക്കെ ഡീകോഡർ അടിപൊളി. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നല്ല പെർഫെക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് ഒരു ബ്ലാക്ക് കളർ PCBയിൽ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇത് മെറ്റലാണിത്. മെറ്റൽ പ്ലേറ്റിലാണ് ഇത് ഇരിക്കുന്നത്. കണക്റ്റേഴ്സ് എല്ലാം നമുക്ക് കാണാം. ഒപ്റ്റിക്കൽ, കോയാക്സിൽ, TV ARC. അവർ HDMI എന്ന് പറയുന്നതിന് പകരം TV ARC എന്ന് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ARC സപ്പോർട്ട് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയാണ്. പിന്നെ ഒരു ബട്ടണുണ്ട്, പുഷ് ബട്ടൺ. അത് നമുക്ക് ഈ സെറ്റിങ്സ്, അതിൽ ഇൻപുട്ടുകൾ നമുക്ക് ഈ സ്വിച്ച് വെച്ച് കൺട്രോൾ ചെയ്യാം. ഫസ്റ്റ് തന്നെ നോക്കുമ്പോൾ ഇൻപുട്ടുകൾ ഔട്ട്പുട്ടുകൾ കൊടുക്കാൻ വേണ്ടിയുള്ള കണക്റ്റേഴ്സ് ഉണ്ട്. പിന്നെ LED ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ അറിയാം. ഫസ്റ്റ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുമെന്നറിയില്ല, 8 വോൾട്ട് 24 വോൾട്ട് ഇൻ. അപ്പോൾ ഇത് ഒരു 8 വോൾട്ട് 24 വോൾട്ട് 8 വോൾട്ട് 24 വോൾട്ട് ഈ രണ്ട് ഇതിൻ്റെ റേഞ്ചിൻ്റെ ഇടയിലുള്ള ഏത് വോൾട്ടേജിലും ഇത് വർക്ക് ചെയ്യും. അപ്പോൾ ഇവർ റെക്കമെൻഡ് ചെയ്യുന്നത് 24 വോൾട്ട് 1 ആംപിയർ അല്ലെങ്കിൽ 12 വോൾട്ട് 2 ആംപിയർ. അപ്പോൾ അത്രയും നമ്മളിപ്പോൾ ഒരു ആംപ്ലിഫയർ ബിൽഡ് ചെയ്യുമ്പോൾ 24 അല്ലെങ്കിൽ 12 വോൾട്ട് അവിടെ ബോർഡിനകത്ത് നമുക്കുണ്ടാവും. ആംപ്ലിഫയറിൻ്റെ ഇപ്പോൾ ട്രാൻസ്ഫോമർ എടുക്കുകയാണെങ്കിൽ ഏത് ട്രാൻസ്ഫോമർ എടുത്താലും അതിനകത്തൊരു 12 വോൾട്ട് ഔട്ട് ഉണ്ടാവും. നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ റെക്ടിഫയർ സർക്യൂട്ട്, പവർ സപ്ലൈ സർക്യൂട്ട് നമുക്ക് 12 വോൾട്ട് 24 വോൾട്ട് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അത്ര റേഞ്ചിലുള്ള വോൾട്ടേജുകളെല്ലാം ഇതിനകത്ത് സപ്പോർട്ട് ആവുന്നുള്ളതിന് വളരെ നല്ല കാര്യമാണ്. പിന്നെ നമ്മൾ മെയിൻ പറഞ്ഞ ഓക്സ് ഇൻപുട്ട് നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. അതൊരു വളരെ നല്ല കാര്യമാണ്. സാധാ 3 പിൻ ഒരു കണക്ടർ നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ വല്ല USB ബോർഡ് മാത്രമായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചുമ്മാ ഓക്സ് ലൈൻ ഇൻപുട്ടായിട്ടും കൊടുക്കാം. പിന്നെ നമ്മുടെ 5 ചാനൽ ഔട്ട്പുട്ട് അല്ല, ഡോൾബി DTS മിനി ഡീകോഡറിന് എഴുതിയേക്കാം. അതിൻ്റെ മുകളിൽ തന്നെ 5 ചാനൽ ഔട്ട്പുട്ട്. അതിൽ FL, FR, SLSR, സെൻറ്റർ, സബ്, ഗ്രൗണ്ട്, ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, സറൗണ്ട് ലെഫ്റ്റ്, സറൗണ്ട് റൈറ്റ്, സെൻറ്റർ, സബ്, ഗ്രൗണ്ട്. പിന്നെ GPIO എന്ന് പറയുന്നത് അവരുടെ റിമോട്ട് കിറ്റിൻ്റെ ഡിസ്പ്ലേക്ക് കൊടുക്കുന്ന കണക്ടറിൻ്റെ ആണത്. അതാണ് അതിൻ്റെ CLK, ക്ലോക്കും ഡാറ്റ, DAT ഡാറ്റ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത്. 5 വോൾട്ട്. അതിൻ്റെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഡിസ്പ്ലേ സെപ്പറേറ്റ് യൂസ് ചെയ്യാം, അല്ലാണ്ട് ഈ ഡിസ്പ്ലേ റിമോട്ട് കിറ്റിൻ്റെ കൂടെ കിട്ടുന്ന ഒരു പ്രോലോജിക്ക് അതിൻ്റെ ഒരു കൺവെർട്ടറും ഉണ്ട്, അതുമായിട്ട് യൂസ് ചെയ്യാം. അല്ലാതെ ഡിസ്പ്ലേ മാത്രമായിട്ട് യൂസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിന് കൂടുതൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ടെസ്റ്റ് ചെയ്യാൻ മാത്രം ആംപ്ലിഫയർ ഇല്ല. ഞാൻ ഇത് വെച്ചൊരു ആംപ്ലിഫയർ ബിൽഡ് ചെയ്യാനാണ് നോക്കുന്നത്. ബിൽഡ് ചെയ്യുമ്പോൾ ഇനിയും വീഡിയോസ് വരും, അതിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പിന്നെ ഇതിനകത്ത് വരുന്നത് കൺട്രോളറിൻ്റെ ഈ ഒരു കണക്ടർ എന്ന് പറഞ്ഞാൽ അതും ആ ഒരു റിമോട്ട് കിറ്റിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. പിന്നെ നമുക്ക് 3 LED വരുന്നുണ്ട്. 3 എണ്ണത്തിൻ്റെ LED, ഒപ്റ്റിക്കലിന് ഒരെണ്ണം, കോയാക്സിലിന് ഒരെണ്ണം, ARCക്ക് ഒരെണ്ണം. അപ്പോൾ ഓരോന്നും യൂസ് ചെയ്യുന്ന ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് LED നമുക്ക് കാണാൻ പറ്റും. ഏതാണ് ആക്റ്റീവായിട്ടുള്ളതെന്ന് കാണാൻ പറ്റും. അത് ടോഗിൾ ചെയ്യാനുള്ള സ്വിച്ചുമാണ് ഈ ഇൻപുട്ട് സ്വിച്ച്. നമുക്ക് ഒരേ സമയം കോയാക്സിലും ARCയും കണക്ട് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് വേറൊരു TVയോ അല്ലെങ്കിൽ വേറൊരു മോണിറ്ററോ അല്ലെങ്കിൽ ഒരു ഓഡിയോ
ചെയ്യുന്ന ഓഡിയോത്തെ ഔട്ട്പുട്ട് തരുന്ന ഏതെങ്കിലും ഇതിൽ നിന്ന് നമ്മളത് കണക്ട് ചെയ്ത് വെച്ചേക്കാമെന്ന് വെച്ചാൽ നമുക്കത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ബട്ടൺ ഞെക്കി പിടിച്ച് നമുക്ക് ഓരോ പ്രാവശ്യം ടാപ്പ് ചെയ്യുന്നതനുസരിച്ച് നമുക്കത് ചേഞ്ച് ചെയ്യാം. ഇനി മെയിനായിട്ട് ഇതിൻ്റെ ബോർഡിലുള്ള കാര്യങ്ങൾ തന്നെ. അപ്പോൾ പഴയ ബോർഡിൻ്റെ ഒരു ഫോട്ടോ ഞാനിവിടെ കൊടുത്തേക്കാം. പഴയ ബോർഡ് ഈ ബോർഡ് നമ്മൾ വ്യത്യാസം നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കുന്നത് ഈ ഇരിക്കുന്ന 3 ചിപ്പുകളാണ്. ഇത് ഡാക്കാണ്. ഡാക്ക് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടർ. ഇത് പഴയ മോഡലിൽ നിന്നും ഈ മോഡലിൽ വരുമ്പോൾ പുതിയൊരു ഡാക്കാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി പുതിയതല്ല, നേരത്തെ തൊട്ടുള്ളതാണ്, പക്ഷേ അവർ വേറൊരു ഡാക്ക് യൂസ് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഡാക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല, CS4354 എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടർ ഡാക്ക്. അത് സ്റ്റീരിയോ ഡാക്കാണ്. ഈ ഡാക്കിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ഡാറ്റ ഷീറ്റ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത് ഇത് സ്റ്റീരിയോ ഡാക്കാണ്. സ്റ്റീരിയോ ഡാക്ക് എന്ന് പറയുമ്പോൾ 2 ചാനൽ ഔട്ട്പുട്ട് ഇതിൽ നിന്ന് കിട്ടും. എന്ന് വെച്ചാൽ ഈ പ്രോസസ്സ് ചെയ്ത് വരുന്ന ഡിജിറ്റൽ ഇൻപുട്ടിനെ അനലോഗ് ആക്കാൻ അത് 2 ചാനൽ, അപ്പോൾ 3 എണ്ണം. അപ്പോൾ ശരിക്കും നമുക്ക് 5.1 എന്ന് പറയുമ്പോൾ 6 ചാനലായി. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ 6 എണ്ണം ഉണ്ട്, 6 ചാനലുണ്ട്. ആ 6 ചാനൽ ഈ 2 എണ്ണം വീതം. ഇത് ചിലപ്പോൾ ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് ആയിരിക്കും, ഇത് സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ് ആയിരിക്കും, ഇത് സെൻറ്ററും സബിനും വേണ്ടിയായിരിക്കും. അത് പക്ഷേ എനിക്ക് ഉറപ്പില്ല, കാരണം ചിലപ്പോൾ ഇത് സെൻറ്റർ സബായിരിക്കാം, ഇത് സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ് ആയിരിക്കും. അതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. പക്ഷേ 3 എണ്ണം 6 ചാനലിന് ഈ 2 എണ്ണം വീതം. അപ്പോൾ ഇതൊരു സ്റ്റീരിയോ ഡാക്ക് ആയതുകൊണ്ടാണ് ഒരു ഡാക്കിൽ തന്നെ 2 ചാനൽ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ 3 എണ്ണം, അപ്പോൾ 6 ചാനൽ ഔട്ട്പുട്ടായി, 5.1 ആയി. പിന്നെ ഈ ഡാക്കിൻ്റെ ഞാൻ ഡാറ്റ ഷീറ്റൊക്കെ നോക്കിയപ്പോൾ മനസ്സിലായത് പോപ്പ് സൗണ്ട്, അത് നമ്മൾ ഓണാക്കുമ്പോൾ കേൾക്കുന്ന ഒരു സൗണ്ട്. ഈ സൗണ്ട് റെഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് ഇതിന് ഇൻബിൽഡ് ആയിട്ടുണ്ട്. ചിപ്പ് സെറ്റിൽ ഇൻബിൽഡ് ആയിട്ട് ഇതിനകത്ത് ഈ പോപ്പ് സൗണ്ട് റെഡ്യൂസ് ചെയ്യാനുള്ള ഇത് ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ വേറൊരു 3 IC കാണാം. പിന്നെ അതല്ലാതെ ഇവിടെ വേറൊരു IC കൂടെ കാണാം. നമുക്കത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇതെന്ന് പറയണത്, ഈ IC എന്ന് പറയുന്നത്, ഞാനൊരു പേന എടുക്കട്ടെ. ഈ IC എന്ന് പറയുന്നത് ഇതിൻ്റെ DC to DC കൺവെർട്ടറാണ്. അതിന് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു XL1509. തെറ്റുണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്ത് വീഡിയോയിൽ കൊടുത്തിരിക്കാം. ഡിസ്ക്രിപ്ഷനിൽ, എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇതിനകത്തുള്ള എല്ലാ ചിപ്പ് സെറ്റിൻ്റെ ഡാറ്റ ഷീറ്റിനുള്ള ലിങ്ക്, അതിൻ്റെ കോഡുകൾ, കാര്യങ്ങളെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ DC to DC കൺവെർട്ടർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം, ഈ പവർ സപ്ലൈയുടെ തൊട്ടടുത്ത് ഇരിക്കുന്ന ചിപ്പ് സെറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 8 to 24 വോൾട്ട്, ആ 8 to 24 വോൾട്ടിൽ ഏത് റേഞ്ചിലും, ആ ഒരു റേഞ്ചിലുള്ള ഏത് വോൾട്ട് എനിക്ക് കൊടുക്കാം. 12 വോൾട്ട് കൊടുക്കാം, 14 വോൾട്ട് കൊടുക്കാം, 20 വോൾട്ട് കൊടുക്കാം. എത്ര വോൾട്ടേജ് കൊടുത്താലും അത് ഈ DC to DC കൺവെർട്ടർ അത് സ്റ്റെബിലൈസ് ചെയ്ത് ഈ ഇരിക്കുന്ന എല്ലാ ചിപ്പ് സെറ്റിനും ഈ കമ്പോണൻസിനും വേണ്ട കറക്റ്റ് വോൾട്ടേജ് കൊടുക്കും. ഈ ചിപ്പ് സെറ്റ് എന്ന് പറയുന്നത് JC5358 എന്ന് പറഞ്ഞൊരു ചിപ്പ് സെറ്റാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ADC ആണ്. നേരത്തെ ഞാൻ ഇത് പറഞ്ഞത് DAC ഡാക്ക്, അതുപോലെ തന്നെ ADC ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടറാണ് ഡാക്ക്. അതുപോലെ തന്നെ ഇത് ADC എന്ന് പറഞ്ഞാൽ അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ. അപ്പോൾ ഇതിനകത്തൊരു അനലോഗ് ടു ഡിജിറ്റലും ഉണ്ട്, ഡിജിറ്റൽ ടു അനലോഗും കൺവെർട്ടറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഒറ്റ യൂണിറ്റിന് നമ്മൾ പറയുന്നത് ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടറാണ്. പക്ഷേ ഇതിനകത്ത് തന്നെ അനലോഗ് ഇൻപുട്ട്സ് വന്നത് എനിക്ക് തോന്നുന്നു കോയാക്സിൽ പോലെ ഇൻപുട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഈ ഓക്സിൻ്റെ ഇൻപുട്ട്, ഇതെല്ലാം പ്രോസസ്സ് ചെയ്ത് ഡിജിറ്റലാക്കി, ആ ഡിജിറ്റലിന് പിന്നെ അനലോഗാക്കി കൺവേർട്ട് ചെയ്ത് വേണം. പിന്നെ കാണുന്ന ഈ ഒരു ചിപ്പ് സെറ്റ് ഒരു SH എന്ന് പറഞ്ഞ് ഇത് കൊടുത്തിരിക്കുന്ന ഒരു ചിപ്പ് സെറ്റ്, അതാണ് CS8416. ഈ ബോർഡിൻ്റെ മെയിൻ ഒരു ചിപ്പ് സെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. മെയിൻ ചിപ്പ് സെറ്റ് ശരിക്കും ഇതാണ്, ഈ ചിപ്പ് സെറ്റാണ് ഇതിൻ്റെ മെയിൻ. പക്ഷേ ഈ ഇതിൻ്റെ രണ്ടിന് നടുക്കിരിക്കുന്ന ഇതിനെയാണ് ഡിജിറ്റൽ ഓഡിയോ ഇൻ്റർഫേസ് റിസീവർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ADC ഉണ്ട്, DAC ഉണ്ട്, DAC, അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ നടുക്ക് കിടന്ന് പണിയുന്ന ഒരു സാധനമാണിത്, ഡിജിറ്റൽ ടു ഓഡിയോ ഇൻ്റർഫേസ് റിസീവർ എന്ന് വെച്ചാൽ പേര് പോലെ തന്നെ ഡിജിറ്റൽ ഓഡിയോ ഇൻ്റർഫേസ്. ആ ഡിജിറ്റൽ ഇൻപുട്ട്സിൽ നിന്ന് വരുന്ന ഓഡിയോ സിഗ്നലിനെ പ്രോസസ്സ് ചെയ്ത്
നമുക്ക് വേണ്ട ഇപ്പോൾ ഡോൾബി അറ്റ്മോസ് ആണോ തന്നെ, അതോ DTC ആണോ തന്നെ, പ്രോലോജിക് ആണോ തന്നെ, അതിനെല്ലാം പ്രോസസ്സ് ചെയ്യാൻ സഹായിക്കുന്ന, അതൊക്കെ ഡിറ്റക്റ്റ് ചെയ്ത് അതിന് ഒരു ക്വാളിറ്റിയും കുറയാതെ ഔട്ട്പുട്ട് തരുന്ന ഒരു ചിപ്സെറ്റാണിത്. CS8 ഡിജിറ്റൽ ഓഡിയോ ഇൻ്റർഫേസ് റിസീവർ, ഒരു CS8416. പിന്നെ നമ്മുടെ മെയിൻ ചിപ്സെറ്റ്, ഇത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, എല്ലാ മാനുഫാക്ചറും പോലെ തന്നെ ഇതിൻ്റെ പേര് കാണാൻ പറ്റില്ല, അവർ അത് സ്ക്രൈപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്ക്രൈപ്പ് ചെയ്ത് എനിക്കൊരു ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്തൊരു ഡോട്ട് കണ്ടോ നിങ്ങൾ, ഇവിടെ ഇരിക്കുന്ന ഈ ഡോട്ട്, അത് സ്ക്രൈപ്പ് ചെയ്ത് കളഞ്ഞിട്ടില്ല. സാധാരണ എല്ലാവരും സ്ക്രൈപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ വല്ല ബ്ലേഡ് എടുത്തോ അല്ലെങ്കിൽ സാൻഡ് പേപ്പർ വെച്ച് ഉരച്ചങ്ങ് കളയും. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ലേസർ വെച്ച് ഇത് എൻഗ്രേവ് ചെയ്ത് കളഞ്ഞാന്ന് തോന്നുന്നു. കാരണം നല്ല ഭംഗിയായിട്ട് ചുരണ്ടി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഡോട്ട് കണ്ടോ, ആ ഡോട്ടാണ് നമ്മുടെ ഈ ചിപ്സെറ്റിൻ്റെ എല്ലാം എന്താ പറയുക ഓറിയൻറ്റേഷൻ, ഏത് സൈഡിലേക്കാണ്. എല്ലാ ചിപ്സെറ്റിനും ഉണ്ട് അങ്ങനെ ഒരു ഡോട്ട്, കണ്ടില്ല, ഒരു ചെറിയ ഡോട്ട് അതിൻ്റെ ഒരു കോർണറിലുണ്ടാവും. ആ ഡോട്ട് വെച്ചാണ് നമ്മൾ അതിൻ്റെ ഓറിയൻറ്റേഷൻ. ചിലപ്പോൾ ഇത് ലെഫ്റ്റ് ഇട്ട് വെക്കാം, വേണേൽ റൈറ്റ് ഇട്ട് വെക്കാം, ഈ ചിപ്സെറ്റ് എങ്ങോട്ട് വേണമെങ്കിൽ വെക്കാം. ഈ ചിപ്സെറ്റിൻ്റെ കാര്യം പറയുമ്പോൾ 4 സൈഡിലും പിന്നുണ്ട്, അപ്പോൾ 4 സൈഡിട്ടും എങ്ങോട്ട് വേണമെങ്കിൽ തിരിച്ച് വെക്കാം. പക്ഷേ ഈ ഡോട്ട് വെച്ചാണ് നമുക്ക് ബോർഡിനകത്തും ഒരു ഡോട്ട് ഉണ്ടാകും, അത് വെച്ച് മാച്ച് ചെയ്തിട്ടാണ് നമ്മളത് പ്ലേസ് ചെയ്യണത്. അപ്പോൾ അതിനൊരു സ്റ്റാൻഡേർഡ് അവർ വെച്ചു. ആ ഡോട്ട് എന്നുള്ള ആ ഒരു ഇത് ചുരണ്ടി കളഞ്ഞില്ല, ബാക്കി പക്ഷേ പേരൊക്കെ ഇരിക്കണമെല്ലാം അത് ചുരണ്ടി കളഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്യൂടെക്കിൻ്റെ FT003 എന്ന ഈ ഒരു മിനി ഡീകോഡറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ചിപ്സെറ്റുകളുടെ ഡീറ്റെയിൽസും പിന്നെ ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതിയിലുള്ള ഡീറ്റെയിൽസ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ഇതിൻ്റെ ഇൻഡെപ്തായിട്ട് ഇതിൻ്റെ യൂസ് ചെയ്തിട്ടുള്ള, ഇപ്പോൾ ഞാൻ ഇൻപുട്സ് ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. ഓരോ ഇൻപുട്ടുകൾ കൊടുത്ത് ഇതിനു വേണ്ടി ഞാനൊരു ആംപ്ലിഫയർ ബിൽഡ് ചെയ്യുന്നുണ്ട്. അത് ബിൽഡ് ചെയ്ത് ഇൻപുട്ടുകളെല്ലാം കണക്ട് ചെയ്ത് അതിൻ്റെ ഇൻഡെപ്തായിട്ടൊരു വീഡിയോ ഇനിയും ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ പുറകെ വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.